2 വർഷം മുൻപ് ഒക്ടോബർ 9 നടന്ന ലോക കേരള സഭയിലേക്കാണ് ഇപ്പോൾ UK മലയാളികളുടെ ശ്രദ്ധ. പ്രത്യേകിച്ച് പ്രഖ്യാപനമോ നേട്ടമോ ഒന്നും ചൂണ്ടിക്കാട്ടാനാകാതെ വിമർശകർ വിളിക്കുന്ന പ്രാഞ്ചിയേട്ടൻ സഭ എന്ന പേരിനോട് നീതി പുലർത്തി തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപ പൊടിച്ച സമ്മേളനം അവസാനിച്ചത്. എന്നാൽ സമ്മേളനം അവസാനിക്കുമ്പോൾ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന നേട്ടപ്പട്ടിക മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവരിച്ചതിൽ ഒരു കാര്യം മാത്രമാണ് UK മലയാളികളെ അന്ന് സന്തോഷിപ്പിച്ചത്. ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്ക് ആഴ്ചയിൽ 3 ദിവസം പറക്കുന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ ഷെഡ്യൂൾ 5 ദിവസമാക്കി മാറ്റാൻ ഉടൻ നടപടി ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. പിന്നീട് ഈ പ്രഖ്യാപനത്തിന്റെ ഫലം എന്തായി എന്നതറിയാൻ നോർക്കയിൽ ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾ എയർ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവിന് കത്ത് എഴുതിയിട്ടുണ്ട് എന്ന സാധാരണ സർക്കാർ മറുപടി തന്നെയാണ് ലഭിച്ചത്. ഈ കത്തിന് എയർ ഇന്ത്യ പ്രതികരണം അറിയിച്ചില്ല എന്ന് നോർക്ക വ്യക്തമാക്കി. ഇതോടെ പ്രഖ്യാപനം വെറും തള്ളായിരുന്നു എന്ന് വ്യക്തമായി. പ്രാഥമികമായ ഒരു അന്വേഷണം പോലും നടത്താതെയാണ് സമ്മേളന വിജയത്തിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി ഉണ്ടയില്ല വെടി പൊട്ടിച്ചത് എന്ന് വ്യക്തമായി. എന്നാൽ സാധാരണ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയ എതിരാളികൾ കളിയാക്കാൻ ഉപയോഗിക്കുന്ന മാൻഡ്രേക്ക് ഇഫക്റ്റ് ഇക്കാര്യത്തിലും സംഭവിച്ചു. മുഖ്യമന്ത്രി ഷെഡ്യൂൾ വർധന ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഹീദ്രുവിൽ നിന്നും പറന്നിരുന്ന എയർ ഇന്ത്യ വിമാനത്തിന് കാലക്കേട് തുടങ്ങി. ഒട്ടും വൈകാതെ വിമാനം ഹീദ്രുവിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്ക് മാറ്റപ്പെട്ടു. അവിടം കൊണ്ടും വിമാനത്തിന്റെ ശനിദശ മാറിയില്ല. തുടർച്ചയായി വിമാനം വൈകുന്നത് പതിവായി. ഇടയ്ക്കിടെ സർവീസ് മുടങ്ങുകയും ചെയ്തതോടെ യാത്രക്കാരുടെ പ്രതിഷേധവും പതിവായി. ഇപ്പോൾ എല്ലാറ്റിനും ഒടുവിലായി 3 ദിവസം ഉണ്ടായിരുന്ന സർവീസ് അപ്പാടെ ഇല്ലാതാകുമ്പോൾ 5 ദിവസം പറത്താം എന്ന് വാക്കു നൽകിയ മുഖ്യമന്ത്രിയുടെ ഇമേജിന് ക്ഷീണം സംഭവിക്കുകയാണ്. മുടങ്ങിപ്പോയ വിമാനത്തെ എങ്ങനെയും മടക്കിയെത്തിക്കണം എന്ന ചിന്ത ഇപ്പോൾ കേരള സർക്കാരിനും വന്നു തുടങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. വിമാനത്തിന്റെ പെട്ടെന്നുള്ള നിർത്തലാക്കൽ UK മലയാളികളോടുള്ള നീതികേടാണ് എന്ന് കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി KV തോമസ് എയർ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവിന് എഴുതിയ കത്തിൽ വ്യക്തമാക്കിയെന്ന് ഡൽഹി റിപ്പോർട്ടുകൾ പറയുന്നു. യാത്രക്കാർക്ക് കൂടുതൽ യാത്രാ സമയവും സാമ്പത്തിക നഷ്ടവും സംഭവിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയും വിമാനത്തെ തുടരാൻ അനുവദിക്കണം എന്നാണ് KV തോമസ് കത്തിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ കത്തിനോട് പ്രതികരണം നടത്താൻ എയർ ഇന്ത്യ തയ്യാറായിട്ടില്ല. അതിനിടെ കേന്ദ്ര വ്യോമയാന മന്ത്രി മോഹൻ നായിഡുവിനെ നേരിൽ കണ്ട് കത്ത് നൽകി എറണാകുളം MP ഹൈബി ഈഡൻ ഒരുപടി മുന്നിലെത്തിയിരിക്കുകയാണ്. എങ്ങനെയും എയർ ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തി വിമാനത്തെ മടക്കിയെത്തിക്കണം എന്നാണ് ഹൈബി ഈഡൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ ആവശ്യവുമായി വയനാട് MP പ്രിയങ്ക ഗാന്ധി, പത്തനംതിട്ട MP ആന്റോ ആന്റണി എന്നിവരൊക്കെ രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. മറ്റ് MP മാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ, KC വേണുഗോപാൽ, MK രാഘവൻ, അടൂർ പ്രകാശ് എന്നിവരൊക്കെ കത്തിലൊപ്പിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ MP മാരുടെ ആവശ്യത്തോട് ഉറപ്പൊന്നും നൽകാൻ വ്യോമയാന മന്ത്രി തയ്യാറായിട്ടില്ല.